അടുത്തൊരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഗംഗാധരൻ ബാലേന്ദ്രനെ വിളിക്കുകയാണ്. എന്നിട്ട് ഗംഗാധരൻ പറയാണ്, ഞാനിപ്പം വന്നതേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ അറിഞ്ഞതേ ഉള്ളൂ, ഇപ്പം ഞാൻ ഡൽഹിയിലാണ്. ബാലേന്ദ്രൻ ചോദിക്കണം, അതെന്താ ഡൽഹിയിൽ? അത് എൻ്റെ ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും അറിയാൻ പറ്റിയില്ല, ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അവിടുത്തെ വിശേഷങ്ങളങ്ങ് അറിഞ്ഞതെന്ന് ഗംഗാധരൻ പറയണം. അയച്ച മെസ്സേജ് ഒക്കെ ഇപ്പോഴാണ് കണ്ടത്. ബാലേന്ദ്രൻ പറയാണ്, വൈജയന്തിക്ക് നല്ലൊരു ആക്സിഡൻറ്റാണ് ഉണ്ടായത്, പിന്നെ ആൾ ഇപ്പം ആ ആക്സിഡൻറ്റിൽ ആൾ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ കാര്യം. ഗംഗാധരൻ പറയണം, ആ കാര്യങ്ങളെല്ലാം ഇപ്പം ശിവനെ വിളിച്ചപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ അലീനയുടെ പ്രശ്നം, അലീനെ അവിടെ നിന്ന് ഒഴിവാക്കിയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് വഷളാവത്തില്ലായിരുന്നല്ലോ എന്ന് ഗംഗാധരൻ പറയാണ്. എന്തിനാ ഇങ്ങനെ നുണക്കഥകൾ പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ നോക്കുന്നത്? അപ്പോൾ ബാലേന്ദ്രൻ പറയണം, ആര് പറഞ്ഞ നുണക്കഥയാണെന്ന്? അലീന എൻ്റെ മോളാണ്, അവളെൻ്റെ സ്വന്തം മോള് തന്നെ. അപ്പം ഗംഗാധരൻ പറയാണ്, എന്തിനാ ബാലേന്ദ്ര ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുന്നത്? എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഞാൻ കാര്യങ്ങളെല്ലാം ഊഹിച്ചതാണ്. ബാലേന്ദ്രൻ്റെ മോള് ജീവിച്ചിരിപ്പുണ്ടെന്ന് ബാലേന്ദ്രൻ പറഞ്ഞപ്പോഴേ അലീനയെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. അലീന വൈജയന്തിയുടെ മകളാണെന്ന് ഞങ്ങൾക്ക് അന്നേ ഒരു സംശയമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറകെ കൂടുതൽ ചികഞ്ഞു പോകാതിരുന്ന 23 വർഷത്തിനപ്പുറത്തേക്ക് ചികഞ്ഞു പോയിട്ട് എന്ത് കാര്യം സഹിക്കാൻ? ബാലേന്ദ്രൻ പറയാണ്, ഞാനതെല്ലാം സഹിക്കണം, ഞാനതെല്ലാം പൊറുക്കണം എന്നാണ് ഗംഗേട്ടൻ പറയുന്നത്. ഗംഗാധരൻ പറയാണ്, ആ തെറ്റുകളൊന്നും 23 വർഷത്തിനപ്പുറത്ത് നടന്ന തെറ്റുകളൊന്നും ഇനി തിരുത്താൻ പറ്റാത്ത രീതിയിലായി, അപ്പം അഡ്ജസ്റ്റ് ചെയ്തൂടെ ബാലേന്ദ്ര എന്ന് ചോദിക്കുകയാണ്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിൽ എന്തുകൊണ്ട് സഹോദരങ്ങളടുത്തും അമ്മയടുത്തും പെങ്ങടുത്തും ഒക്കെ പറയാഞ്ഞത് എന്താണെന്ന് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. അപ്പം ഗംഗാധരൻ പറയാണ്, ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തിയും ബാലേന്ദ്രനും തമ്മിൽ ചിലപ്പോൾ പിരിയും. മാത്രമല്ല മക്കൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞെന്ന് വന്നു കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുകയും, ഇനി അതൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ പോരുന്നതെന്ന് ഗംഗാധരൻ പറയാണ്. എന്തായാലും ബാലേന്ദ്രൻ്റെ സമീപനം പാലിക്കണം, ഞാൻ 2 ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് വരും, എന്നിട്ട് നമുക്ക് സംസാരിക്കാം, നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നൊക്കെ ഗംഗാധരൻ ബാലേന്ദ്രനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കേട്ടപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഒരു സമാധാനമൊക്കെ ആവുന്നുണ്ട്. ശരിക്കും കേട്ടാ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് നിന്ന് ആലോചിക്കുകയാണ്. ഹോസ്പിറ്റലിലാണെങ്കിൽ വൈജയുടെ ബില്ലടയ്ക്കാൻ സമയമായി. ഇപ്പോൾ നേഴ്സ് വന്ന് പറയാണ്, ബില്ലടയ്ക്കണം എന്ന് പറയണം, ആരെങ്കിലും വന്ന് ബില്ലടയ്ക്കണമെന്ന്. അങ്ങനെ രാജീവും ശിവേട്ടനും നിന്ന് ആലോചിച്ചിട്ട് വന്ന് ഗോവർദ്ധനോട് പറയാണ്, ബാലേന്ദ്രൻ എന്ത് ചെയ്യും? അയാൾ എവിടെ പോയി? നാളെ ആണെങ്കിൽ ബില്ലടയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഭാര്യയല്ലേ ഇവിടെ കിടക്കുന്നത്, അയാളടുത്ത് മര്യാദയ്ക്ക് വന്ന് ബില്ലടച്ചോളം പറയണം, ഞങ്ങൾ അടയ്ക്കുമെന്ന് അയാൾ പ്രതീക്ഷിക്കേണ്ട എന്ന് രാജീവ് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് ഗോവർദ്ധൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ബാലേട്ടനോട് കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞ് ഗോവർദ്ധൻ അങ്ങ് പോവുകയാണ്. അപ്പം ഗോവർദ്ധൻ പോകുന്നത് നോക്കിക്കൊണ്ട് രാജീവും ശിവേട്ടനും നിൽക്കുകയാണ്. എന്നിട്ട് ശിവേട്ടൻ പറയാണ്, ഇയാളെന്തായാലും മക്കളെയും എല്ലാവരും അടിച്ചിറക്കി, ഇനി ഹോസ്പിറ്റലിൽ ചിലവെങ്കിലും അയാൾ വഹിക്കട്ടെ എന്ന് ശിവേട്ടൻ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും രാജ്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവർദ്ധനാണെങ്കിൽ നേരെ കടപ്പാട്ടൂർ വരികയാണ്. അപ്പം ഗോവർദ്ധനെ കണ്ടോണ്ട് ബാലേന്ദ്രൻ ചോദിക്കണേ, എന്താ നീ ഈ സമയത്ത് വന്നത്? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വിശേഷമുണ്ടോ? അത് പറയാനാണോ നീ വന്നത്? അപ്പം ഗോവർദ്ധൻ പറയാണ്, ചേച്ചിയുടെ ബില്ല് അടയ്ക്കണമെന്ന് പറഞ്ഞു, നാളെ തന്നെ അടയ്ക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, അത് അവിടെ ആങ്ങളമാരവിടെ ഇല്ലേ, അവരൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. ഗോവർദ്ധൻ പറയാണ്, അതെ, ബാലേട്ടനോട് ഈ കാര്യം പറയാൻ അവരാണ് എന്നെ പറഞ്ഞു വിട്ടത്, അവരെന്നോട് പറഞ്ഞ് ബാലേട്ടനോട് പറയാൻ പറഞ്ഞു, ബാലേട്ടൻ ബില്ലടയ്ക്കണമെന്ന്. ബാലേന്ദ്രൻ അത് കേട്ടപ്പോഴത്തേക്ക് ദേഷ്യം വന്നു. ബാലേന്ദ്രൻ ചോദിക്കും, അവരങ്ങനെ പറയേണ്ട കാര്യം എന്ത്? അവരെന്ത് മാന്യതയാണ് കാണിച്ചത്? അവർക്ക് മാന്യത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നാളെ അവിടെ ചെല്ലുമ്പം എന്നോട് ചോദിക്കണമായിരുന്നു, ഇതാണ് ബില്ല്, നീ അടയ്ക്കുന്നോ അതോ ഞങ്ങൾ അടയ്ക്കണോ എന്ന് മാന്യമായിട്ടല്ലേ ചോദിക്കേണ്ടത്, അല്ലാതെ ഞാൻ തന്നെ അടയ്ക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൽപ്പിക്കാൻ അവരാര് എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. ഗോവർദ്ധൻ പറയാണ്, ബാലേട്ട ചേച്ചിയുടെ കാര്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കടന്ന് അടി ഉണ്ടാക്കേണ്ട കാര്യമില്ല, ബാലേട്ടൻ തന്നെ അതങ്ങ് അടച്ചൂടെ, ഇതിൻ്റെ പേരും പറഞ്ഞ് അവരോടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ബാലേന്ദ്രൻ ഇങ്ങനെ ഗോവർദ്ധനെ നോക്കുവാണ്. പറയണം, നീ പൊക്കോ, നാളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം എന്നും പറഞ്ഞ് ഗോവർദ്ധനെ അങ്ങ് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പിറ്റേന്നാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് ബാലേന്ദ്രൻ വരികയാണ്. ബില്ലൊക്കെ ബാലേന്ദ്രൻ തന്നെ അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് വൈജയെ കാണുന്നുണ്ട്. വൈജയെ കാണുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഇത് പൊറുക്കാൻ തയ്യാറാണ്, പക്ഷെ ഒരു കാര്യം, ഞാനും അവളും കൂടെ ഈ വീട്ടിൽ ഒരുമിച്ച് പറ്റത്തില്ല, ഒന്നുകിൽ അവൾ പോകണം, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും എന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, എന്തായാലും നീ പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല, പക്ഷേ എൻ്റെ മോളെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല, എങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുക, നിങ്ങൾ ഇതന്നെ അനുഭവിക്കും എന്നൊക്കെ വൈജയന്തി പറഞ്ഞ കാര്യം ബാലേന്ദ്രൻ ഇങ്ങനെ ഓർക്കുവാണ്. എന്നിട്ട് വൈജയ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. സങ്കടമൊക്കെ വരുന്നുണ്ട്. അത്തേക്ക് വൈജയ് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. വൈജയ്ക്ക് ഒരനക്കമില്ലാതെ വൈജയ് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ബാലേന്ദ്രനകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പം ഗോവർദ്ധൻ വന്നിരിക്കുകയാണ്. ബില്ലൊക്കെ അടച്ചോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അടച്ച് ബാലേട്ട. ഗോവർദ്ധനം അവിടെ വന്നിരിക്കുകയാണ്.
അപ്പം ചേച്ചിയെ കണ്ടോ എന്ന് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്. ആ കണ്ട്. എങ്ങനെ ഇരിക്കുന്നുണ്ട്? ഓ അതുപോലെ തന്നെ ഇരിക്കുന്നു. ഡോക്ടർമാർ പറയുന്നത് ചേച്ചി റിക്കവറായി വരാൻ കുറേ നാളെടുക്കുക എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ബാലേന്ദ്രൻ പറയാണ് അതങ്ങനെയാണല്ലോ, കാരണം അത്രയ്ക്ക് വലിയ ആക്സിഡൻ്റ് ആണല്ലോ പറ്റിയത്. ജീവൻ തന്നെ തിരിച്ചിട്ടുന്നത് വലിയ കാര്യമാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് ബാലേന്ദ്രൻ പറയാണ്. വലിയ ആക്സിഡൻ്റ് പറ്റിയത് എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ ചോദിക്കുകയാണ് ബാലേട്ടന് ആണെങ്കിൽ ചേച്ചിയുടെ അവസ്ഥയിൽ സങ്കടമില്ലേ, വിഷമമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാണ് അത് നമ്മൾ അഭിനയിക്കേണ്ട കാര്യമല്ലല്ലോ ഗോവർദ്ധ, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമല്ലേ. നമ്മുടെ വിഷമവും സങ്കടവും എന്താണെന്ന് നമുക്ക് ഒരിക്കലും മറ്റൊരാളെ ബോധ്യപ്പെടുത്താനും പറ്റത്തില്ല എന്നിങ്ങനെ വിഷമത്തോടെ ബാലേന്ദ്രൻ പറയുകയാണ്.